മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ബീഹാറിൽ ബി.ജെ.പി. നേതാവിനെ വെടിവെച്ചു കൊന്നു. ബി.ജെ.പി. കിസാൻ മോർച്ച മുൻ നേതാവ് സുരേന്ദ്ര കെവാഡ് ആണ് ബൈക്കിലെത്തിയ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത്. പട്ന ജില്ലയിലെ ഷേഖ്പുരയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു. പ്രസാദ് കാളിദാസൻ, ബി.ജെ.പി. നേതാവിനെ വെടിവെച്ചു കൊന്നു. ബീഹാറിലാണ് സംഭവം. എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതിൽ വ്യക്തത വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം 2 ആഴ്ച മുമ്പും ഇത്തരത്തിലൊരു സംഭവം ബീഹാറിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ വ്യവസായിയും അതോടൊപ്പം ബി.ജെ.പി. നേതാവുമായിട്ടുള്ള ഗോപാൽ ഖേൽക്കെ 2 ആഴ്ച മുമ്പാണ് ഇതേ സമാന രീതിയിൽ വെടിയേറ്റ് മരിച്ചത്. ഇപ്പോൾ ഭരിച്ചത് എന്ന് പറയുന്നത് ബി.ജെ.പി. നേതാവാണ്. ഒപ്പം തന്നെ ബി.ജെ.പി. കിസാൻ മോർച്ച മുൻ പ്രസിഡന്റായ സുരേന്ദ്ര കെവാഡാണ് മരിച്ചത്. പാട്നയിൽ വെച്ചാണ് അദ്ദേഹം വെടിയേറ്റ് മരിക്കുകയായിരുന്നു. അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ വീടിന് സമീപമുള്ള കൃഷിയിടത്തിൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് യുവാക്കൾ അടങ്ങുന്ന ഒരു ബൈക്കിലെത്തിയ ഒരു സംഘം വന്ന് ഈ നേതാവിന് നേരെ, സുരേന്ദ്ര കെവാഡിന് നേരെ വെടിയുതിർത്തത്. 4 ബുള്ളറ്റുകൾ സുരേന്ദ്ര കെവാഡിൻ്റെ ദേഹത്തുണ്ടായി. 4 ബുള്ളറ്റുകളാണ് അദ്ദേഹത്ത് കയറിയത്. പിന്നീട് ഉടൻ തന്നെ പാറ്റ്നയിലുള്ള എയിംസിലേക്ക് അദ്ദേഹത്തെ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. പക്ഷേ എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതും കൂടിയുണ്ട്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ പെരുകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് വലിയ രീതിയിലൊരു രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് കളമൊരുങ്ങിയിരിക്കുന്നു ബീഹാർ എന്നുള്ളതും കൂടിയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ബീഹാറിൽ തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് അക്രമ രാഷ്ട്രീയം കൂടി പിടിമുറുക്കുന്നു ബീഹാറിൽ എന്നുള്ളതും കൂടിയുണ്ട്. ഇപ്പോൾ മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് എന്ന് പറയുന്നത് ബി.ജെ.പി. നേതാവ്, ബി.ജെ.പി. കിസാൻ മോർച്ച മുൻ പ്രസിഡന്റായിട്ടുള്ള സുരേന്ദ്ര കെവാഡാണ്. കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യുവാക്കളടങ്ങുന്ന ഒരു സംഘം ബൈക്കിലെത്തി സുരേന്ദ്ര കെവാഡിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. 4 ബുള്ളറ്റുകളാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ നിന്നും കണ്ടെടുത്തത്. പാറ്റ്ന എയിംസിലേക്ക് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതും കൂടിയുണ്ട്. 2 ആഴ്ച മുമ്പും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ വ്യവസായിയും ബി.ജെ.പി. നേതാവുമായിട്ടുള്ള ഗോപാൽ ഖേൽക്കെയും ഇതേ രീതിയിൽ വെടിയേറ്റ് മരിച്ചിരുന്നു. അതായത് ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഈ കൊലപാതകങ്ങളിൽ നിന്നെല്ലാം നമുക്ക് നിലവിൽ മനസ്സിലാക്കേണ്ടത്. എന്തായാലും പോലീസ് ഈ ഒരു കൊലപാതകത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടിയുണ്ട്. കൂടുതൽ നേതാക്കൾക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള ചില ആരോപണങ്ങളൊക്കെ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എത്രത്തോളം സ്ഥിരീകരിക്കാനാകും എന്നുള്ളത് അറിയില്ല. അല്ലെങ്കിൽ മറ്റ് പാർട്ടികളാണ്, അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുള്ളത് തീർച്ചയാണ്. അത് ഇതിന് പങ്ക് വഹിച്ചത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ളതാണ് കൃത്യമായും ഇനി അറിയാനുള്ളത്, അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം വരാനുള്ളത്. നിലവിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു പോലീസ്. ശരി, വ്യക്തമാണ്. പ്രസാദ് കാളിദാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.